നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ പഴയ എപ്പിസോഡുകൾ കാണുന്നതിനും ലൈവായി കാണുന്നതിനും മീഡിയ വൺ TV-യുടെ യൂട്യൂബ്, ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടത് മുതൽ ഒരു തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് വലിയ ആശങ്കയോടു കൂടിയാണ് പശ്ചിമേഷ്യ ഉള്ളത്. എന്നുവെച്ചാൽ ഹനിയയുടെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തം ഇതുവരെ ഇസ്രായേൽ പരസ്യമായി ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ കൂടിയും അതിന് പിന്നിൽ ഇസ്രായേൽ തന്നെയാണെന്ന് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിലൊക്കെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാന പ്രശ്നം കൂടിയാണ്. അവരുടെ തലസ്ഥാന മണ്ണിൽ വെച്ച് അത്രമേൽ അവരുടെ ആഭ്യന്തര സുരക്ഷയെ ഹനിക്കും വിധത്തിലുള്ള ഒരു നടപടിയാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതിന് തിരിച്ചടി ഉണ്ടാകണമെന്ന് അവിടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യവും ഉയരുന്നുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മഹ്മൂദ് പെസഷ്കിയാൻ പക്ഷേ അതിനകത്ത് ഇപ്പോൾ തിരിച്ചടി വേണ്ട എന്നുള്ള നിലപാടുണ്ടെങ്കിൽ കൂടിയും അവരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനൈ തിരിച്ചടി വേണം എന്നുള്ള നിലപാടുകാരനാണ്. അപ്പോൾ ഇസ്രായേൽ വലിയ തോതിൽ ഒരു തിരിച്ചടി ഭയക്കുന്നുണ്ട്. അവർ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും സന്നാഹങ്ങളുമൊക്കെ ഇസ്രായേലിൽ നെതന്യാഹു സർക്കാർ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വിഷയം നമ്മൾ ആദ്യമായി സംസാരിക്കുകയാണ്. നിഷാദ്, ഒരു തിരിച്ചടിക്ക് പറ്റിയ ഒരു ഹെൽത്ത് ഇപ്പോൾ ഇറാൻ ഉണ്ടോ? ഇനി അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ എന്തായിരിക്കും പശ്ചിമേഷ്യയുടെ ഒരു ഗതി? നേരത്തെ സൈഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു തിരിച്ചടി നൽകുക എന്ന അഭിമാന ആവശ്യം ഇറാൻ്റെ മുമ്പിലുണ്ട് എന്നത് വസ്തുതയാണ്. കാരണം ഇറാൻ ഈ കോൺഫ്ലിക്റ്റ് തുടങ്ങിയ ശേഷം നിരന്തരമായി ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ കാണേണ്ട കാര്യമാണ്. അവരുടെ കോൺസുലേറ്റ് തകർക്കുന്നു, അവരുടെ രാജ്യത്തെ ഔദ്യോഗിക അതിഥി അയാളെ അവർ രാജ്യത്തിനകത്ത് കയറി കൊല്ലുന്നു. ഈ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന മനുഷ്യൻ കൊല്ലപ്പെടുന്നത് സുപ്രീം ലീഡറുടെ ഗസ്റ്റാണ്. സുപ്രീം ലീഡറെ കണ്ടതിന് ശേഷം പുറത്തു വരുന്ന മനുഷ്യനെയാണ് കൊല്ലുന്നത് എന്ന കാര്യം കൂടി ഓർക്കണം. അപ്പോൾ ആ നിലയ്ക്ക് അവരുടെ സുരക്ഷാ സംവിധാനത്തെയും അവരുടെ പരമാധികാരത്തെയും അങ്ങേയറ്റം അപഹസിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇറാൻ ഈ റീജിയനിലെ ഏറ്റവും ശക്തിമത്തായ ഒരു രാജ്യമാണെന്ന് അവകാശപ്പെടുന്ന രാജ്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തിരിച്ചടിക്കാനും പ്രതിരോധിക്കാനും ശേഷിയുണ്ട് എന്ന് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം അവരുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ കോൺസുലേറ്റ് ആക്രമണത്തിന് മറുപടിയായിട്ട് അവർ കുറേ ഷെല്ലുകൾ അയച്ചത് നമുക്കറിയാം. അത് പക്ഷേ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടാക്കിയില്ല. അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ ഈ ചോദ്യം വളരെ പ്രധാനമാണ്. ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലിനെ പോലെ ഒരു രാജ്യത്തിനെതിരായിട്ടുള്ള യുദ്ധം തുടങ്ങി വെക്കാൻ അവർ സത്യത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ? അത് തുടങ്ങിയാൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ക്വസ്റ്റനുണ്ട്. ഇപ്പം തന്നെ ഇറാൻ തിരിച്ചടിക്കാൻ പോവുകയാണ് എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ യോഗ ഗാലന്റ് അമേരിക്കയായിട്ട് സംസാരിക്കുന്നു. അമേരിക്ക കൂടുതൽ സൈന്യവും ആയുധങ്ങളും ആളെയൊക്കെ ഇങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സന്നാഹത്തിനോട് പോരാടാൻ ഇറാനെ കൊണ്ട് പറ്റുമോ? ഇറാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പെസഷ്കിയാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രസിഡന്റിന് ആ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. സുപ്രീം ലീഡർ എന്തായാലും തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുവെങ്കിലും അതെങ്ങനെ വേണം, എന്ന് വേണം, ഉടൻ ഉണ്ടാവും എന്ന കാര്യത്തിലൊന്നും ക്ലാരിറ്റി വന്നിട്ടില്ല. അങ്ങനെ ഒരു പൊസിഷനുണ്ടെന്ന് നമ്മൾ റിപ്പോർട്ട്സ് കാണുന്നതേ ഉള്ളൂ. ഈ അവരുടെ ആക്രമണം പാടില്ല എന്നവർ പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ, ലോജിക്കലായ ഒരു റീസൺ നോക്കൂ, ഗസ വാറിനകത്തേക്ക് ഇസ്രായേൽ ചാടി ഇറങ്ങിയതിന് സമാനമാകും നമ്മുടെ അവസ്ഥ. കാരണം ഇസ്രായേൽ ഗസയിലേക്ക് ചാടി ഇറങ്ങുമ്പോൾ ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് നമ്മൾ തീർത്തിട്ട് കംപ്ലീറ്റ് ഇവന്മാരെ എല്ലാം തീവ്രവാദികളെ ഇല്ലാതാക്കി പരിപാടി അവസാനിപ്പിച്ച് പോരുമെന്നാണ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ 1 വർഷം പിന്നിടുകയാണ്. താരതമ്യേന ശക്തി കുറഞ്ഞ ഗസയിലെ ഒരു പോരാളി സംഘത്തോടാണ് ഏറ്റുമുട്ടുന്നത്. അത് സത്യം പറഞ്ഞാൽ ഇസ്രായേലിനകത്തെ രാഷ്ട്രീയ അന്തരീക്ഷം എന്തുമാത്രം കുഴപ്പമായി, അവിടുത്തെ ലീഡർഷിപ്പ് എന്തുമാത്രം അവിശ്വാസത്തിലായി, സാമ്പത്തിക സാഹചര്യം എന്തുമാത്രം മോശമായി, ചരക്ക് നീക്കം എന്തുമാത്രം കുഴപ്പത്തിലായി, റീജിയനിൽ പലയിടത്തും ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തി. ജനങ്ങളുടെ സമാധാന ജീവിതവും ജനങ്ങളുടെ സമാധാനം മാത്രമല്ല, ഈ റീജിയനിൽ അറബ് രാജ്യങ്ങളുമായി അവർക്ക് ഉണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം ഒലഞ്ഞു. എന്നുവെച്ചാൽ അവിടെ എല്ലാം മെച്ചപ്പെട്ട ബന്ധം ഉണ്ടാക്കുകയും കോൺസുലേറ്റുകൾ തുറക്കുകയും നയതന്ത്ര ബന്ധങ്ങൾ ബിൽഡപ്പ് ചെയ്ത് ഒരു വലിയ ഒരു രാജ്യമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇതുണ്ടായത്. അപ്പോൾ ആ യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് അവർക്ക് നഷ്ടങ്ങളാണ് അർത്ഥത്തിലുണ്ടായത്. ഗസയെ സംബന്ധിച്ച് 70 വർഷമായി പോരാടുന്ന ഒരു സ്ഥലമാണ് ഫലസ്തീൻ. അവിടുത്തെ പ്രതിരോധ സംഘങ്ങളും അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ നഷ്ടപ്പെടുന്ന ഒരു വലിയ രാജ്യമായ ഇസ്രായേലിനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം, ഒരു യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഇവിടെ പറഞ്ഞത് തുടങ്ങാൻ വളരെ എളുപ്പമാണ്, അത് നിർത്താൻ പ്രയാസമാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒരു യുദ്ധം, ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം ഇസ്രായേലിനെതിരെ തുടങ്ങുക എന്ന് വെച്ചാൽ ഇസ്രായേൽ തിരിച്ചാക്രമിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്നത്, അതിൻ്റെ ഗ്രാവിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഓരോന്നിനുള്ള പ്രതികാര നടപടികൾ നൽകി ആ യുദ്ധം വലുതായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ യുദ്ധം നിർത്താൻ കഴിയാത്തൊരു യുദ്ധം, ഇറാഖുമായിട്ട് യുദ്ധം ചെയ്ത് 8 വർഷമാണ്. ആ യുദ്ധം നിർത്താൻ ഇറാൻ എടുത്ത പ്രയാസം എന്താണെന്ന് നമുക്കറിയാം. ആ യുദ്ധാനന്തരമായുള്ള ഇറാൻ മെച്ചപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും വലിയ ഉപരോധങ്ങളുണ്ട്, വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, പല പ്രശ്നങ്ങളെ നേരിടുന്ന, ഒരർത്ഥത്തിൽ പലയിടത്തും ഒറ്റപ്പെട്ടു പോയ തിരിച്ചു വരാൻ കരകയറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അവർ. അങ്ങനെ ഒരു രാജ്യം
ഇനി ഒരു പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമെന്ന് വിചാരിക്കാൻ നമ്മുടെ മുമ്പിൽ നിവൃത്തിയില്ല എന്നാണ് കാണേണ്ടത്. ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇറാനെ പോലും രാജ്യത്തിന് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റുമോ? അപ്പുറത്ത് അമേരിക്ക ഉണ്ടല്ലോ. അപ്പോൾ അവർ റഷ്യയുടെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ റഷ്യ ഓൾറെഡി എവിടെ ലോക്കാണ്, യുക്രൈൻ വാറിനകത്ത്. യുക്രൈനിലാണെങ്കിൽ കൂടുതൽ സന്നാഹങ്ങൾ കൂട്ടുകയാണ് നാറ്റോ. അപ്പോൾ അകത്ത് കയറി ആക്രമിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഉണ്ടാക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. റഷ്യയെ സംബന്ധിച്ച് അത് പൂർണ്ണമായിട്ടും വിട്ടിട്ട് ഇവിടെ വരിക എന്നുള്ളത് പോസിബിളായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല പൂർണ്ണാർത്ഥത്തിൽ. പിന്നെ കാണുന്നത് ചൈനയുടെ ഒരു പൊസിഷനാണ്. ചൈന ഇവിടെ ഹമാസിനെയും ഫത്തായെയും ഒപ്പം തന്നെ മറ്റ് 10-12 ഗ്രൂപ്പുകളെയും വിളിച്ചു ചേർത്ത് അവർക്കിടയിലുള്ള അഭിപ്രായ ഐക്യം ഉണ്ടാക്കുന്നു. ഹമാസിൻ്റെ ലീഡർഷിപ്പിനെ പിന്തുണയ്ക്കുന്നു. ഫലസ്തീൻ ഒരു രാഷ്ട്രമായി വരുന്ന ഘട്ടത്തിൽ ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവിടുത്തെ ഭരണകൂടമായി വരണമെന്ന് ആഗ്രഹിച്ച രാജ്യമാണ് ചൈന. ചൈന അതുവഴി പൈസ ചിലവില്ലാത്ത ഒരു മേധാവിത്വം ഉണ്ടാക്കൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല ചൈനയും ഇറാനും തമ്മിൽ വളരെ മികച്ച ബന്ധമാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇറാൻ്റെ പരമാധികാരം ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത്. ചൈനയ്ക്കുണ്ടായിട്ടുള്ള ഒരു ഹ്യൂമിലിയേഷൻ ആർക്കൊക്കെ അനുഭവിച്ചെന്ന് ചോദിച്ചാൽ ചൈനയും ആ ഹ്യൂമിലിയേഷൻ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ചൈനയുണ്ട്. ഇപ്പോൾ അവർക്ക് അവരുടെ പ്രതിരോധത്തിന് അർഹതയുണ്ട് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ ചൈന മാത്രമേ ഉള്ളൂ. പക്ഷേ അതും ചൈന പൂർണ്ണമായൊരു സംഘർഷത്തിൽ എന്തുമാത്രം പിന്തുണയ്ക്കുമെന്ന് ഇറാൻ ഉറപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലേക്ക് ഇറാൻ പോകുമെന്ന് വിചാരിക്കാൻ വയ്യ. പിന്നെ ആകെയുള്ള അനിശ്ചിതത്വം ഇറാൻ പ്രതികരിക്കുന്നില്ല ഇതിനോട്. ഇറാൻ ഇപ്പോൾ ആക്രമിക്കാൻ പോകുകയാണെന്ന് ടൈംസ് ഓഫ് ഇസ്രായേലൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഞങ്ങൾ സമാധാനത്തിൻ്റെ വഴിയാണ് ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് ഇറാൻ പറയുന്നില്ല. ആക്രമിക്കുമെന്ന് ഇറാൻ അങ്ങനെ തീർപ്പിച്ച് പറയുന്നില്ല. ചില 2-3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഒഴിച്ചു നിർത്തിയാൽ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. ഇനി സംഭവിച്ചേക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട ഒന്ന്, ഇസ്രായേലിന് പുറത്തുള്ള ഇസ്രായേലിൻ്റെ അസറ്റ്സിന് താല്പര്യങ്ങളെ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരിട്ട് ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിനും കഴിയാതെ വരും. ഇപ്പോൾ എന്താണോ ചെയ്തിട്ടുള്ളത്, ചില പോയിന്റുകൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുക, അല്ലെങ്കിൽ ചില ആളുകളെ അസാസിനേഷൻ പോലുള്ള സംഗതികളിലേക്കായിരിക്കും ഇറാൻ്റെ ആലോചന ഉണ്ടാവുക. പിന്നെ മറ്റൊന്ന് ഓഫ് കോഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാൻ ഈ പ്രോക്സി വാറാണ്. ഈ പറഞ്ഞ ഹൂത്തികൾ, ഹിസ്ബുള്ള പോലെയുള്ള പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വാർ കുറച്ചുകൂടെ വരെ ശക്തിപ്പെടുത്തിയേക്കാം. അല്ലാതെ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കാതെ ഇറാന് മുന്നോട്ട് പോകാൻ പറ്റില്ല. സ്റ്റിൽ പക്ഷേ ഇപ്പോഴും ആക്രമിക്കണമെന്ന അഭിപ്രായം അവരുടെ റവല്യൂഷണറി ഗാർഡിനുണ്ട്. സുപ്രീം ലീഡർ എന്താണോ പറയുന്നത് അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നവർ പ്രഖ്യാപിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമവാക്യങ്ങൾ, സാമ്പത്തിക ഘടന, സൈനിക ശക്തി, പലതരത്തിലുള്ള സമവാക്യങ്ങൾ എടുത്തു വെച്ചാൽ ഇറാൻ ഇപ്പോൾ ഒരു ആക്രമണം, ഒരു യുദ്ധം ഇസ്രായേലിനോട് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അജിംസ്, തെഹ്റാനിൽ വെച്ച് ഹനിയെ കൊലപ്പെടുത്തുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ ഇസ്രായേൽ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഈ ഇറാൻ്റെ ദൗർബല്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടാവുമോ ഇസ്രായേൽ അങ്ങനെ ഒരു കൃത്യം നടത്തിയത്? ഈ ഹമാസിൻ്റെ ലീഡേഴ്സിനെ എവിടെ വെച്ചും കൊല്ലും, ലോകത്തെവിടെ വെച്ചും കൊല്ലുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ദോഹയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്ന ഇസ്മായിൽ ഹനിയ. ദോഹയിൽ വെച്ച് കൊല്ലാം. ദോഹയിൽ വെച്ച് കൊല്ലുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, അത് അമേരിക്കയും ഖത്തറും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കും. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ എന്ത് ചെയ്യില്ല, ദോഹയിൽ വെച്ച ഒരാളെ, ഒരു ഹമാസ് നേതാവിനെയും കൊല്ലില്ല. കാരണം ഇവർ അവരുടെ ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അവർ പുറത്തിറങ്ങി നടക്കുന്ന ആളുകളാണ്. അപ്പോൾ മറ്റൊരു രാജ്യത്ത് കൊല്ലുക എന്നുള്ളതാണ്. അത് ഇറാൻ തിരഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ ഇറാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ മൊസാദിൻ്റെ ഏജൻറ്റുമാരുണ്ട് എന്ന് ഇറാൻ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തി അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു രഹസ്യാന്വേഷണ പ്ലാൻ ഇല്ലാതെ ഹനിയെ കൊല്ലാനും കഴിയില്ല അവിടെ വെച്ച്. അപ്പോൾ ഇറാൻ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇസ്രായേലും ബെഞ്ചമിൻ നെതന്യാഹുവാണ്. യുദ്ധം നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം, യുദ്ധം ഇവിടെ നിർത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം പാസ്സാക്കി, വെടിനിർത്തൽ പ്രമേയം പാസ്സാക്കി. അപ്പോൾ അമേരിക്ക, ഈജിപ്റ്റ്, ഖത്തർ എന്നീ 3 രാജ്യങ്ങൾ വെച്ചിട്ട് സമാധാന ചർച്ച നടക്കുകയാണ്. വ്യാഴാഴ്ച ഒരു ടോക്ക് നടക്കാൻ പോവുകയാണ്. ആ ടോക്ക് എന്ന് പറഞ്ഞപ്പോൾ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതിന് മുമ്പ് എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ ഒരു അവസാനവട്ട ശ്രമം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നത്. നമ്മൾ ഈ ഫുട്ബോളുകളിൽ ലാസ്റ്റ് ഗോളടിക്കാതെ അവസാന സമയമാകുമ്പോൾ ഇങ്ങനെ ലോങ് പാസ് കൊടുക്കുക, ഏതാണ്ട് അത് തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ അത് എത്രമാത്രം വിജയിക്കും, അതിലെങ്ങനെയായിരിക്കും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അവ്യക്തമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ ഇന്ന് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു ലേഖനം വരുന്നത്, ഇതിനു മുമ്പ് നടന്ന എല്ലാ ടോക്കിലും ബെഞ്ചമിൻ നെതന്യാഹു ഈ ടോക്ക് വൈകിപ്പിക്കുകയോ അട്ടിമറിക്കാനും പരമാവധി ശ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പുതിയ കണ്ടീഷൻസ് വയ്ക്കുക, ഹമാസിന് അംഗീകരിക്കാൻ കഴിയാത്ത കണ്ടീഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതാണ് നെതന്യാഹു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതുവരെ ഹനിയാണ് ഈ ടോക്കിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ആൾ. ഇസ്മായിൽ ഹനിയ പൊതുവെ മിതവാദിയും സമാധാനപ്രിയനും സൗമ്യനും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇനി ടോക്കിന് ആരാണ് വരുന്നത്? യഹ്യ സിൻവർ തീരുമാനിക്കും. യഹ്യ സിൻവർ ഗസയ്ക്കകത്താണ് ജീവിക്കുന്നത്. അയാൾ തീരുമാനിക്കും എന്ത് ചർച്ച ചെയ്യണമെന്നുള്ളത്. ഹമാസിൻ്റെ നിലപാട് അയാളാണ് പറയുക. അപ്പോൾ അത് കുറേ കൂടി കടുപ്പാവാനാണ് സാധ്യത. കാരണം ഹമാസ് അങ്ങനെ ഒരാളെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ചീഫായിട്ട് തിരഞ്ഞെടുക്കുന്നത് തന്നെ ഇസ്രായേലിനുള്ള
മറുപടിയാണ്. ഇത്രയും നാൾ ഞങ്ങൾ വൃത്തിയായിട്ട് ഈ ടോക്കുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയി, ഇനി ഞങ്ങളുടെ നിലപാടുകൾ കർക്കശമായിരിക്കും എന്ന് പറയുക കൂടിയാണ് ചെയ്യുന്നത് സിൻവറിനെ അതിൻ്റെ മേധാവിയാക്കുന്നതിലൂടെ. അപ്പം അങ്ങനെ ഒരു ടോക്ക് വ്യാഴാഴ്ച നടക്കാനിരിക്കുമ്പോൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം പറഞ്ഞ് വ്യാഴാഴ്ച ഇറാൻ തിരിച്ചടിക്കുമെന്നാണ്, അതായത് ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, അപ്പോൾ ആ ടോക്കിൻ്റെ ഫലപ്രാപ്തി എത്രയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. വ്യാഴാഴ്ച തന്നെ ഇറാൻ അത് ആ ടോക്ക് ആദ്യഘട്ടം ടോക്ക് കഴിഞ്ഞിട്ടായിരിക്കും ഇറാൻ തിരിച്ചടിക്കുക, അതല്ല അതിന് മുമ്പ് അടിക്കുമെന്ന് നമുക്കിപ്പോൾ അറിയില്ല. പക്ഷെ ആ ടോക്ക് എന്തായാലും ഫ്യൂട്ടൈൽ ആയി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിഷാദോട് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇറാൻ അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജിലുള്ള ആക്രമണം ഇസ്രായേലിൽ നടത്തുന്നത് വെച്ചാൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അത് പല കാരണങ്ങളാൽ. ഒന്ന്, ഇറാൻ ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റാണ്. ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക പൂർണ്ണമായും സംരക്ഷണം നൽകുന്ന അവരിപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജോൺ കിർബി അവിടെ സുരക്ഷാ ഉപദേഷ്ടാവ് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നമ്മുടെ 2 പടക്കപ്പലുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്, ഒരു സബ്മറൈൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഡയറക്റ്റ് ഒരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക അതിൽ ഇടപെടും. അമേരിക്ക ഇടപെടുക എന്ന് പറഞ്ഞാൽ ഒരു ലാർജർ യുദ്ധത്തിലേക്ക് പോകും. അതിന് ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുക ഇറാന് തന്നെയായിരിക്കും. അത് ഇറാനും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊന്നും പറയാത്തത് വരെ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ അവിടെ തന്നെ 2 അഭിപ്രായമുണ്ട്, വേണോ വേണ്ടെന്നുള്ള 2 അഭിപ്രായമുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഒരു നാണക്കേടിൻ്റെ പകരം വീട്ടാവുന്ന രീതിയിൽ നമ്മൾ മുമ്പ് കണ്ടതുപോലെ ഡ്രോണൊക്കെ ഉപയോഗിച്ചുള്ള എന്തെങ്കിലും അറ്റാക്ക് നടത്തുക എന്നതിനപ്പുറം ഇതൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അപ്പോഴും ഇറാൻ വിദേശകാര്യ വക്താവ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ജർമ്മനിയും UK ഒക്കെ ഫ്രാൻസും ഇറാനോട് ഈ തിരിച്ചടി പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ തിരിച്ചടി പാടില്ല എന്ന ആവശ്യത്തെ അവർ നിരസിക്കുക മാത്രമല്ല, അവർ പറയുന്നൊരു കാര്യം, ഈ ഒരു വർഷമായിട്ട് തുടരുന്ന ഏതാണ്ട് 310 ദിവസമായിട്ട് തുടരുന്ന ഈ യുദ്ധം യൂറോപ്പ് നോക്കിയിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ സോവറിനിറ്റി ലംഘിച്ച് ഞങ്ങളുടെ ടെറിട്ടറിയിൽ വന്ന ഒരാളെ കൊന്നിട്ട് ഞങ്ങളോട് തിരിച്ചടിക്കരുത് എന്ന് എങ്ങനെയാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമല്ലെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ തിരിച്ചടിക്കാതിരിക്കില്ല, ഒരു ടോക്കണായിട്ട് തിരിച്ചടി ഉണ്ടാവും. അതൊരു ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് പോയി അത് എസ്കലേറ്റ് ചെയ്യിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇനി അതല്ല അവരുടെ പ്ലാൻ. ഹൂത്തികളും അതുപോലെ ഹിസ്ബുള്ളയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പല അതിർത്തികളിൽ നിന്നുള്ള ആക്രമണമാണ് ഇറാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് കാര്യങ്ങൾ കേട്ടു പോകും. പക്ഷെ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമാധാനം വളരെ പെട്ടെന്നുണ്ടാവില്ല. ഈ യുദ്ധത്തിൽ സമാധാനം ഈ വർഷം ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഒരു റേറ്റിംഗ് ഏജൻസി ഇസ്രായേലിൻ്റെ എക്കണോമി റേറ്റ് ചെയ്തു, അവർ മാർക്ക് കുറച്ചു അവർക്ക്. അതിൻ്റെ കാരണം പറയുന്നത് 2025 നീളുന്ന ഒരു യുദ്ധമാണ് എന്ന് അവരത് കണക്കൂട്ടുകയാണ്. അവരത് കണക്കൂട്ടുന്നത് വെറുതെ അല്ലല്ലോ, അതിൻ്റെ കൃത്യമായ ഡാറ്റയും ബജറ്റാണ്. ആ യുദ്ധം എത്ര നീണ്ടുപോകുന്നത് ഒരു റേറ്റിംഗ് ഏജൻസിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ യുദ്ധം 2024 തീരില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ അർത്ഥത്തിൽ ഇപ്പോൾ ഹനിയെ വധിച്ചതിലൂടെ ഉണ്ടാകാവുന്ന ഒരു തിരിച്ചടികളുണ്ടല്ലോ, തിരിച്ചടി ഇപ്പോൾ ഇറാൻ നേരിട്ട് തന്നെ അടിക്കുക, ഇപ്പോൾ ഹൂത്തികളെ കൊണ്ടും ഹിസ്ബുള്ളയെ കൊണ്ടും കൂടുതൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ഇസ്രായേലിനത് യുദ്ധം മുന്നോട്ട് കൊണ്ടേ പറ്റൂ. പക്ഷേ അപ്പോഴാണ് ഹോസ്റ്റേജസിൻ്റെ കാര്യം നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോഴും ബന്ദികൾ അവിടെ നിൽക്കുകയാണ്. ഇന്നൊരു ബന്ദി മരിച്ചിട്ടുണ്ട്, വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. ഈ ഹമാസ് കാവൽ നിൽക്കുന്നിടത്ത് വെടിയേറ്റ് മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളത് നെതന്യാഹുവിൻ്റെ ഒരു വിഷയമേ അല്ല. ഇപ്പോൾ അത് കംപ്ലീറ്റ് വിക്ടറി എന്നാണ് എപ്പോഴും പറയുന്നത്. കംപ്ലീറ്റ് വിക്ടറി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഹമാസിനെ വൈപ്പ് ഔട്ട് ചെയ്യുക, അതുപോലെ ബന്ദികളെ മോചിപ്പിക്കുക. ബന്ദികളെ മോചിപ്പിക്കുക രണ്ടാമത്തെ കാര്യമാണ്, അവരെ വൈപ്പ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? അതുപോലെ നോർത്തേൺ ഗസയിലേക്ക് ഹമാസ് തിരികെ വരുന്നതാണ് വരുന്ന ഈ ടോക്കിലൊരു പുതിയ കണ്ടീഷനായിട്ട് നെതന്യാഹു വയ്ക്കുന്നത്. അതൊക്കെ യഹിയ സിൻവർ സമ്മതിക്കും? എനിക്കറിയില്ല. അപ്പോൾ ഈ യുദ്ധം നമ്മളെപ്പോഴും പറയുന്ന പോലെ ഉടനെങ്ങും അവസാനിക്കില്ല. ഇതൊരു അവസാന യുദ്ധമായിരിക്കും എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഫലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ ഈ യുദ്ധത്തെ കാണേണ്ടത്. ശരി.